SIT ആശുപത്രിയിലെ വൈദ്യുതി തടസ്സത്തെ തുടർന്ന് PWDയിലെ ഒരു ഉദ്യോഗസ്ഥന് കൂടി സസ്പെൻഷൻ. ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാമിനാണ് സസ്പെൻഷൻ. നടപടി ജനം TV വാർത്തയെ തുടർന്നാണ് ജനം ഇംപാക്ട്. രശ്മി കാർത്തിക ചേരുന്നു വിവരങ്ങളുമായി. രശ്മി, ഉദ്യോഗസ്ഥനെതിരെ ഒടുവിൽ നടപടിയായിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, നമുക്കറിയാം 4 മണിക്കൂറോളം SIT ആശുപത്രിയിൽ ഇത്തരത്തിൽ വൈദ്യുതി മുടങ്ങുന്ന സംഭവം ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും SIT ആശുപത്രി. ഇതിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസം നടപടി ഉണ്ടായിരുന്നു. 2 കീഴുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ്. ഇതിൽ കൃത്യമായി ഗുരുതരമായി അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട്, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്ന തെളിവുകൾ ജനം TV രാവിലെ പുറത്തുവിട്ടിരുന്നു. കൃത്യമായ തെളിവുകൾ, അതായത് ഇത്തരത്തിൽ 2 വർഷം കാലപ്പഴക്കം, SIT ആശുപത്രിയിലെ വിവിധ ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലുകളുടെ കാലപ്പഴക്കം എന്ന് പറയുന്നത് 2 വർഷമാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കീഴുദ്യോഗസ്ഥർ പലതവണ ഇക്കാര്യം മേലുദ്യോഗസ്ഥനെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഒന്നും തന്നെ യാതൊരു നടപടിയും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല ഇത് പ്രകാരമുള്ള എസ്റ്റിമേറ്റ് നടപടികളും പലപ്പോഴായി ആരംഭിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒന്നും തന്നെ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ICUവിൽ, അതായത് ന്യൂബോൺ കുട്ടികൾ, നവജാത ശിശുക്കളുടെ ICUവിലെ എയർ കണ്ടീഷൻ സംവിധാനത്തിന്റെ കൂളിംഗ് കോയിലുകൾ മാറ്റി സ്ഥാപിക്കുന്നതിലും ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായി അനാസ്ഥയുണ്ടായി. ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടും കീഴുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥൻ, അതായത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാമിന്റെ ഭാഗത്തു നിന്നാണ് ഗുരുതരമായി വീഴ്ച സംഭവിച്ചിരിക്കുന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ജനം TV പുറത്തുവിട്ടിരുന്നു. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ശ്യാമിനെ ഇപ്പോൾ നിലവിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ലക്ഷ്മി. ശരി, രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.